നമസ്കാരം, ഞാൻ ഡോക്ടർ അമ്മു ദിലീപ്. ഞാൻ ഓച്ചിറ പരബ്രഹ്മ ഹോസ്പിറ്റലിലെ ENT കൺസൾട്ടൻ്റ് ആണ്. നമ്മൾ ഇന്ന് ഹൈപ്പോതൈറോയിഡിസത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഹൈപ്പോതൈറോയിഡിസം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ തൈറോയ്ഡ് ഹോർമോൺസ് ആയിട്ടുള്ള T3, T4 എന്നീ ഹോർമോൺസ് കുറഞ്ഞിരിക്കുകയും TSH, അതായത് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡിനെ തൈറോയ്ഡ് ഹോർമോൺസ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് TSH എന്ന് പറയുന്നത്. അത് കൂടി നിൽക്കുകയും ചെയ്യുന്ന കണ്ടീഷനാണ് ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നത്. ഇപ്പോൾ ഹൈപ്പോതൈറോയിഡിസം ഉള്ള പേഷ്യൻ്റ് ചിലപ്പോൾ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും കാണിക്കണമെന്നില്ല, എന്നാൽ ചില പേഷ്യൻസ് ചില ലക്ഷണങ്ങൾ കാണിക്കാറുമുണ്ട്. അങ്ങനെ കോമൺ ആയിട്ട് കാണുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, പേഷ്യൻസിന് ഭയങ്കരമായ ഒരു ക്ഷീണം അനുഭവപ്പെടും, ചിലപ്പോൾ മസിൽ വീക്ക്നെസ് ഒക്കെ അനുഭവപ്പെടാം, തണുപ്പൊട്ടും അവർക്ക് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവാം, ഉറക്കം കൂടുതൽ തോന്നാം, വിശപ്പ് കുറവായിരിക്കും. വിശപ്പ് കുറവായിട്ട് ഇവർ ഫുഡ് കഴിക്കുന്നത് കുറവാണെങ്കിൽ പോലും ശരീരത്തിന് വണ്ണം വയ്ക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അതുപോലെ കഴുത്തിൽ ചിലർക്ക് മുഴ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും. ചില പേഷ്യൻസിൽ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സ്ത്രീകളിലാണെങ്കിൽ ചിലപ്പോൾ പീരീഡ്സ് ഒക്കെ ഇറഗുലറായിട്ട് വരാം. കയ്യിൽ ചിലർക്ക് തരിപ്പ് അനുഭവപ്പെടാം. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് കാണുന്ന ലക്ഷണങ്ങൾ. അപ്പോൾ ഇങ്ങനത്തെ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡോക്ടറെ കണ്ട് ഹൈപ്പോതൈറോയിഡിസം ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് ചെക്ക് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ കൂടുതൽ ടിപ്സിന് വേണ്ടിയിട്ട് പരബ്രഹ്മ ഹോസ്പിറ്റലിൻ്റെ പേജ് ഫോളോ ചെയ്യാം. താങ്ക് യു.